ബോട്ടി നമ്മുടെ നാട്ടിൽ പെട്ടിയിറച്ചി എന്നൊക്കെ പറയട്ടാ, ബീഫിന്റെ ആണ്. അപ്പൊ ഇത് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ് ഉണ്ടാക്കാൻ പോകട്ടാ. അപ്പൊ അതിന്റെ റെസിപ്പിയാണ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഒന്ന് തിളപ്പിച്ചെടുക്കണം. കാരണം ഇതിൽ നെയ്യ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്ന സമയത്ത്, ഇനിയിപ്പോൾ വലിയവരാണെങ്കിലും കഴിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ നെയ്യ് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ വയറുവേനൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ നെയ്യ് ഒഴിവാക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മസാല ഒക്കെ ഇട്ടിട്ട് ഒരു സംഭവമാക്കി എടുക്കാൻ പോകുന്നത്. വീട് നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അടുപ്പത്ത് വെച്ചതിന് ശേഷം കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, കാരണം വെള്ളം അതിനകത്ത് തന്നെ ഉണ്ട്, നമ്മൾ കഴുകി കൂടുന്ന പാടാണ്. അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ വെള്ളം എന്നിട്ട് ഊറ്റിയെടുക്കണം കേട്ടോ. കൊട്ടത്തളത്തിലേക്ക് വെച്ചിട്ട് അവിടെ മൂടി വെച്ച് കൊടുക്കുക. മൂടിന്റെ ഒരു സൈഡ് ഇങ്ങോട്ട് വലിച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് തിരിച്ചിടണം കേട്ടോ. അപ്പൊ പൈപ്പ് ഒന്ന് തിരിച്ചിടണം നല്ലതാ, കാരണം ചിലത് ചുടുവെള്ളം പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൈപ്പ് ഉരുകാൻ ചാൻസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ പൈപ്പ് ഒന്ന് ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഇനി ഇതാ ഇത് ഇങ്ങനെ വെച്ചെടുക്കണ്ട. വെള്ളം പോലെ ഇങ്ങനെ ഒഴിച്ചെടുക്കട്ടാ. വെള്ളം മൊത്തത്തിൽ വാർന്ന് കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഓട്ടപാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ബോട്ടി ഉണ്ടല്ലോ, ഇത് വെന്തിട്ടില്ല കേട്ടോ, വേവാവാനുണ്ട്. അപ്പൊ നമ്മൾ ഇനി അതിന്റെ നെയ്യൊക്കെ ഒന്നുകൊണ്ട് കളഞ്ഞതാലോ. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, നേരത്തെ ഇട്ടുള്ള ചെമ്പട്ടിക്ക് ഉണ്ടല്ലോ അതിലേക്ക് തന്നെ മാറ്റിയിട്ട് കൊടുക്കുക. ഇത് വീണ്ടും നമ്മൾ അടുപ്പത്തേക്ക് തന്നെ അത് കൊണ്ടുപോവാണ്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഉലുവ, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാല, കുരുമുളക് പൊടി ഇത്തിരി കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വീണ്ടും അതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ മസാല ഉണ്ടല്ലോ ശരിക്ക് ഇതിലുണ്ട് മിക്സ് ആയി കിട്ടണം കേട്ടോ. എന്നപോലെ നന്നായിട്ട് കൊണ്ട് ഇളക്കി എടുക്കുക. അടുപ്പിൽ വിറകുണ്ടോന്ന് ഇടയ്ക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് മൂടി വെക്കുക. രാവിലെ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, നേരൊക്കെ വെളുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രിയാണ് നമ്മളിവിടെ ബോട്ടി ഇവിടെ റെഡിയാക്കിയിട്ടാണ്. ബോട്ടി കണ്ടില്ലേ, ആ അടുപ്പിൽ അങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വേവൊക്കെ ആയിട്ടുണ്ട്. കുറച്ച് നേരം ഇരുന്നിട്ട് അല്ലെങ്കിൽ കുക്കറിലൊക്കെ അടിച്ചിട്ടോ അല്ലെങ്കിൽ കുറച്ച് നേരം ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങനെ നല്ല തീ കൊടുത്ത് വേവിച്ചാലും സാധനം റെഡി ആവട്ടെ. നമുക്ക് പിന്നെ രാവിലേക്കൊക്കെ മതിയായിരുന്നു, അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ചെറിയ തീയിലിട്ടത്. ഇനി രാവിലെയാണ് നമ്മളിനി ഇത് ബാക്കി സാധനങ്ങൾ സെറ്റാക്കാൻ പോകുന്നത്. അങ്ങനെ ഇന്നലെ ഒരു ചെറിയ തീയിൽ അടുപ്പത്ത് വെച്ചതായിരുന്നു. നേരം വെളുത്തപ്പോത്തിന് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇന്നലെ രാത്രി തന്നെ കഴിക്കണമെന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് അടിക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് തീ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ കഴിക്കായിരുന്നു. പക്ഷെ നമുക്ക് രാവിലെ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സാധനം റെഡിയാണ്, വേവായിട്ടുണ്ട്. സാധനം റെഡിയാണ്, വെന്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഈ മസാല തന്നെ ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഇനി എല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതാ ഈ സാധനം ഒന്നും ചെയ്യാതെ ഇങ്ങനെ ചട്ടിയിലിട്ട് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തിട്ട് കഴിക്കാം. ഫ്രൈ ചെയ്തിട്ട് വീണ്ടും വേണമെങ്കിൽ മസാല ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേ വേവ് തന്നെ ഇതേ മസാല ഇട്ടിട്ട് ഇതിൽ കൂടി വേണമെങ്കിൽ തക്കാളി ഉള്ളിയൊക്കെ വെട്ടിയിട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ ഒരു മസാല കൂടി ഉണ്ടാക്കിയിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ നമുക്ക് തൂമ്പിക്കുമല്ല, ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തൂമ്പിച്ചിട്ട് അതൊക്കെ പാർന്ന് കൊടുത്തിട്ട് അങ്ങനെയും കഴിക്കട്ടെ. അത് അടിപൊളി ഒരു സംഭവം തന്നെ കേട്ടോ. ഈ ബോട്ടി എന്ന് പറഞ്ഞ സാധനം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പൊ ഇതിനി നമ്മളെങ്ങനെയാണ് ഫ്രൈ ചെയ്തിട്ട് നമ്മളെങ്ങനെ കഴിക്കാൻ പോകുന്നതാണ് ഇനി കാണിച്ചു തരാൻ പറ്റും. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി. ഇനി നമുക്ക് ആവശ്യത്തിന് ഇതിനകത്തുനിന്ന് കോരിയെടുത്തിട്ട് നേരെ നമ്മൾ റെഡിയാക്കിയുള്ള ഓയിൽ ഉണ്ടല്ലോ അടുപ്പത്ത് വെച്ചാൽ ചൂടായ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാം. ഇനി ഉച്ചയ്ക്ക് വേറെ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, രാത്രി വേറെ രീതിയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനം ഇവിടെ ഉണ്ട്. ഇതിലേക്കുള്ള നമ്മുടെ നാട്ടിലുള്ള ഒരു ഐറ്റം അപ്പാണിത്, ചട്ടി പാർന്നത് കേട്ടോ. അതിൻ്റെ മാവാണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ ദോശയുടെ മാവ് ഇവിടെ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കാം. നമ്മുടെ ദോശയ്ക്കാണ് നമ്മളിന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ബോട്ടിയും കൂട്ടിയിട്ട് ദോശ കഴിക്കാൻ പോകട്ടോ. ഈ ഒരു മൂപ്പിലാട്ടാ നമ്മളിനി കോരി മാറ്റുന്നത്. ആവശ്യമുള്ളവർക്ക് നമ്മൾ ബീഫൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കുമല്ലോ, BDF ഒക്കെ ഉണ്ടാക്കുമല്ലോ, ആ രീതിക്ക് വേണമെങ്കിൽ മാറ്റാം. പക്ഷെ കഴിക്കാനൊന്നും കൂടി സുഖം ഇങ്ങനെ ആയിരിക്കും. കാരണം ബീഫിൻ്റെ ആ ഒരു മീറ്റ് പോലെ അല്ലല്ലോ ബോട്ടിയുടെ, ചെറിയ മാറ്റം ഉണ്ടല്ലോ. അങ്ങനെ നമ്മുടെ ബോട്ടി ഇതാ ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ചൂട് ദോശ ഇട്ടാ
ഈ ദോശ വേണമെങ്കിൽ ദോശക്കല്ലിൽ കിടന്നിട്ട് ഒന്നും കണ്ട് മുന്നിയേൽപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പിടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതിന് ബോട്ടിയിൽ ഇങ്ങനെ കൂട്ടിയിട്ട് അടിപൊളിട്ടാണ്. രാവിലെ തന്നെ ബോട്ടി, ഈ ബോട്ടി ഉണ്ടാക്കാൻ നല്ല മെനക്കെടാണ്. നമുക്ക് കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബോട്ടി പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടും. അവിടെ നിന്ന് തോലൊക്കെ കീച്ച് ക്ലീൻ ചെയ്തിട്ടും കിട്ടാം. അതെല്ലാം അടുത്ത നാട്ടിലെവിടെയെങ്കിലും അറവുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. പക്ഷെ അത് മൊത്തത്തിലായിരിക്കും കിട്ടുക. പിന്നെ അതിന് നമ്മൾ തോലൊക്കെ കീച്ച് ക്ലീൻ ചെയ്ത് ആ ഒരു പ്രോസസ്സ് നല്ല പണിയുള്ള പരിപാടിയാണ്. അതാലോചിച്ചിട്ട് പലരും കടയിൽ പോയിട്ടൊക്കെ പൈസ കൊടുത്ത് വാങ്ങേണ്ടതാണ്. പല രീതിയിൽ ഈ ഐറ്റം കുക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചെറിയ രീതിയായിട്ട് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ച് ഇന്നത്തെ വീഡിയോ കുറിച്ച് നിങ്ങളുടെ വലിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീട്ടിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കൂടുതൽ കാഴ്ച ശേഷമായിട്ട് നമുക്ക് മറ്റു വീഡിയോയിൽ കാണാം. ബൈ.